എല്ലാവർക്കും ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തൃദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ 2 രാത്രിയിലും നമ്മൾ ചിന്തിച്ചത്. ഈ രാത്രിയിലും ശേഷമുള്ള ഭാഗം നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആദികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നീതിവഴിയിലെന്നെ നടത്തി കൊണ്ടുവന്നവൻ. അനുവേ ഞാനവനും അവനെനിക്കവനും പിന്നെ ഞാനവനോടികെ മാറ്റാരെയുമേ. ഞാനവനും അവനെനിക്കവനും പിന്നെ ഞാനവനോടികെ മാറ്റാരെയുമേ. ൂണമറിയുന്നതിലെനിക്കവനെല്ലാമായവൻ. അനുവേ എന്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നടർത്തി. ജീവകൃപയിൽ നിജമിയർപ്പുവെള്ളം എന്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. ജീവകൃപയിൽ നിജമിയർപ്പുവെള്ളം എന്റെ മേലൊഴിച്ചു പാപ
ആദികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. 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 നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ജീസസ്. നാം ചിന്തിച്ചു വരുന്ന വിഷയം യേശു ക്രിസ്തു അത്ഭുത മന്ത്രി. ഇന്നലെ ഈ മിനിഞ്ഞാന്നും ചില കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും ഇവിടെ യോഗത്തിന് വരാതിരുന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് വന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നത് ക്രിസ്തുയേശുവിന്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആ കല്യാണ വീട്ടിൽ പ്രതിസന്ധിയുടെ നടുവിൽ അമ്മ യേശുവിനോട് പറഞ്ഞു, കലവറക്കാര് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. അപ്പോൾ ഈ പ്രശ്നമുണ്ടായപ്പോൾ യേശു അവിടെയുണ്ട്. അമ്മ യേശുവിൻ്റെ അടുക്കൽ വരാൻ കാരണം ലൂക്കോസ് 2:19 2:51 ചേർത്ത് പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ആ 2 വാക്യത്തിലും മറിയം ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചത്? നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, ഒന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, നിന്റെ ഉദരത്തിൽ കൂടെ ഉരുവാകുന്ന ഈ തലമുറ, ഈ പൈതൽ രക്ഷിതാവായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തു രക്ഷകനാണ്. അതുകൊണ്ടാണ് പ്രശ്നം വന്നപ്പോൾ അമ്മ നേരെ യേശുവിൻ്റെ അടുക്ക് വന്നത്. രക്ഷകന്റെ അടുക്കിലേക്ക് കടന്നു വരിക, അവിടുന്ന് നിന്നെ രക്ഷിക്കും. 2, ഈ പ്രശ്നം വന്നപ്പോൾ അമ്മ യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ ചിന്തിച്ചു വന്നത്, ആട്ടിടയന്മാർ പറഞ്ഞ
കാര്യങ്ങളാണ്. ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വർഗീയ സൈന്യത്തിന്റെ ഗാനാലാപനത്തിൽ പാടിയത് ആമേ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ അമ്മ യേശുവിൻ്റെ അടുക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം മാറ്റാൻ, ഈ പ്രയാസം മാറ്റുവാൻ, ഈ പ്രതിസന്ധി ആമെ പരിഹരിക്കുവാൻ സന്തോഷത്തിന്റെ ഉറവിടമാകുന്ന അവിടുത്തെ അടുക്കിലേക്ക് വരണം. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മദ്യം സന്തോഷം തരത്തില്ല, പുകവലി, ലഹരി പദാർത്ഥങ്ങള്, മറ്റു പാപകൃതികള്, മറ്റ് മ്ലേച്ഛതകൾ, ഇതൊന്നും സുഖം തരുന്നതല്ല, താൽക്കാലിക സുഖം തരുന്നതാണ്. അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ ചൊല്ലിയ ഒരു പ്രയോഗമുണ്ട്: ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാ ചഞ്ചേലം വേഗേന നഷ്ടമാം ആയുസുമോർക്കന്നി. ഭോഗം, സുഖം അതെല്ലാം ക്ഷണപ്രഭയ, മിന്നൽ പോലെ. കൊള്ളിയാൻ മിന്നുന്നത് ഒത്തിരി നേരം നിൽക്കത്തില്ല. ഇതുപോലാണ് ഈ താൽക്കാലിക സുഖങ്ങൾ. എന്നാൽ നിത്യസമാധാനം, നിത്യസന്തോഷം യേശു ക്രിസ്തുവിൽ കൂടി. അത് പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. 3, ഈ പ്രശ്നം വന്നപ്പോൾ അമ്മ യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള 3ാമത്തെ കാരണം, വിദ്വാൻമാർ പറഞ്ഞ വാക്ക് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 1 ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, 2 ആട്ടിടയന്മാര് പറഞ്ഞത്, 3 വിദ്വാൻമാര് പറഞ്ഞ കാര്യം. അപ്പോൾ വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യങ്ങള്, 1, ആ വിദ്വാൻമാര് പറയുന്നുണ്ട്, ഈ കുട്ടി, ഈ ശിശു സാധാരണ ഒരു ശിശുവല്ല, അവിടുന്ന് രാജാതിരാജാവ്. അതുകൊണ്ടാണ് ഹെരോദാവിനോട് ചെന്ന് ചോദിക്കുക, രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ? അപ്പോൾ യേശു ക്രിസ്തു രാജാതിരാജാവ്. 2 വിദ്വാൻമാര് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്തോത്രം, ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ടാണ് ഹെരോദാവിനോട് പറഞ്ഞത്, ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുക. ഇത് പൊട്ടന്മാരല്ല പറഞ്ഞത്, വിദ്വാൻമാരാ പറഞ്ഞ. വിവരമുള്ള, നല്ല മൂളയുള്ള, അന്തസ്സുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ളവരാ. അന്നേരം നീ അവിടെ ഇവിടെ നിന്ന് പറയാ യേശുവിനെ ആരാധിക്കാൻ കൊള്ളുകയെന്ന്. വിവരമുള്ളവൻ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ അറിവുള്ള ഈ വിദ്വാൻമാര് പറയുക, ഞങ്ങൾ അവിടുത്തെ നക്ഷത്രം കണ്ടു, രാജാവായിട്ടൊരുവൻ ഈ ഭൂമിയിൽ ഭൂജാതനായി. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിച്ചത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു, ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അങ്ങനല്ലേ വായിക്കുന്നത്? വായിച്ചേ, ഇന്നലെ വായിപ്പിച്ചതാ. അതെ, ഇന്നലെ വായിച്ചങ്ങ് വിട്ടെന്നല്ലാതെ. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്തെ യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ നിന്നും വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടേ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർക്ക് മനസ്സിലായി യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. ഒരു കാര്യം വീണ്ടും പറയട്ടെ, ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. കന്യകാമറിയത്തെ ആരാധിക്കരുത്, പുണ്യവാളന്മാരെ ഒന്നും ആരാധിക്കരുത്, മൃഗത്തെ പിടിച്ച് ആരാധിക്കരുത്, മനുഷ്യനെ പിടിച്ച് ആരാധിക്കരുത്, പല്ലിയും പൂച്ചയും പാറ്റയും കോടിയും താറാമും 8 കാലിയും ഇതിനെയൊന്നും പിടിച്ച് ആരാധിക്കരുത്. 8 കാലി കടിച്ചാ വിഷവാ. സ്തോത്രം. ജീവികളെ ഒന്നും ആരാധിക്കരുത്, അതൊക്കെ ദൈവം സൃഷ്ടിച്ചതാ. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അമ്മയും മകനും അടുത്ത് കിടക്കുക. വിദ്വാൻമാര് ചെന്ന് ആ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ച വെച്ച് വീണ് വണങ്ങി. നിങ്ങൾക്ക് ആ വാക്യം അറിയാം, അടുത്ത നിങ്ങൾ പറ. അവനെ നമസ്കരിച്ചെന്ന അമ്മ അടുത്ത് കിടപ്പുണ്ട്. അമ്മയ്ക്ക് നമസ്കാരമില്ല, അമ്മയ്ക്ക് ബഹുമാനമുണ്ട്. പക്ഷെ നമസ്കാരം അവിടുത്തേക്ക് മാത്രമാണ്. അമ്മയെ ആരാധിക്കണ്ട, അമ്മയെ ബഹുമാനിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. അന്ന് മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ച വച്ചു. വന്നു
എന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമൂര് കുന്തിരിക്കം കാഴ്ച വച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നുമൂര് കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ രാധനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. അത് ഈ വിദ്വാൻമാർക്ക് ബോധ്യപ്പെട്ടു. ഈ ശിശു ഈ മറിയത്തിൽ കൂടി പുരാതനായിരിക്കുന്ന ഈ ശിശു ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് അവർ വന്ന് പറഞ്ഞത് ശിശു എന്തിയെ ആ രാജാവായി പിറന്നവൻ എന്തിയെ ഞങ്ങൾ അവനെ ഒന്ന് ആരാധിക്കാൻ പോവുക. അവിടെ വന്ന് അവനെ ആരാധിക്കുകയും ചെയ്തു. നമ്മൾ ആരാധിക്കാൻ പോവാന്ന് പറഞ്ഞ് ആരാധിക്കുകയല്ല, അവരാരാധിക്കാൻ പോവാന്ന് പറഞ്ഞേച്ച് സൂക്ഷം കൊച്ചിനെ കണ്ട് ആരാധിച്ചേച്ചാ പോയത്. ഞാൻ കണ്ടുറങ്ങുന്നതൊക്കെ സ്തോത്രം. പിന്നെ ഷുഗറും ഒക്കെ കാണും, പല പ്രയാസങ്ങളുണ്ട്. എന്നാലും ഇവിടെ വന്നിരുന്നാന്നല്ലോ ഉറങ്ങുന്നേ, അത് വലിയ കാര്യം. അഭിനന്ദിക്കുന്നു. അണ്ട് ഇത്രയും ഈ ബഹളത്തിനിടയിൽ ഇരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവകൃപയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ആട്ടിടയന്മാർ ആരാധിക്കുമെന്ന് പറഞ്ഞു. സൂക്ഷം വന്ന് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവിടുത്തെ ആരാധിച്ചേച്ചാ അവർ പോയത്. അപ്പൊ ഈ വിഷയം ഹെരോദാവും പറഞ്ഞു, നിങ്ങളെ കൊച്ചു ജനിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് വിവരം വസ്തുത അറിഞ്ഞ് എന്നോടൊന്ന് പറയണം, ഞാനും ഒന്ന് ആരാധിക്കാൻ പോവാന്ന്. ആ പുള്ളി ആരാധിക്കാനൊന്നും വല്ല, പുള്ളി കോഴ്സ് ഇറക്കിയതാ. സ്തോത്രം. അങ്ങനല്ലേ? ആ 2:7 വായിച്ചേ. എന്നാലേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് വിദ്വാൻമാരെ രഹസ്യമായിട്ട് വിളിച്ചേ നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കണം. ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടത്. സൂക്ഷ്മമായിട്ട് അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടത്. എങ്ങനുണ്ട്? സ്തോത്രം. പുള്ളി ആരാധിക്കാനൊന്നുമല്ല, ചുമ്മാ ഈ വകുപ്പ് പറയുക. പുള്ളി കൊച്ചിനെ തട്ടാൻ ഉള്ള പദ്ധതി ഇട്ടതാ. സ്തോത്രം. ചിലരെ നമ്മളോട് പറയുകയല്ലോ, അയ്യോ നിങ്ങളുടെ ആരാധന കാണുമ്പോൾ എനിക്ക് വന്ന് തോന്നുക. കേട്ടിട്ടില്ലേ ചെല്ലി പറയുന്നേ? എൻ്റെ അമ്മാമ്മയെ നിങ്ങളുടെ കൈയോട്ടും പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുകയും കാണുകയും എനിക്ക് വന്ന് തോന്നുക നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ ആ തമ്പേറടിയൊക്കെ കേട്ട് ആ പാട്ടുമൊക്കെ, നിങ്ങളുടെ ആ പാട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പാട്ട് പാടിയില്ലേ? അയ്യോ അത് കേട്ടപ്പോൾ എനിക്കും അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ വന്ന് ആരാധിക്കാം. അയ്യോ ആ ദൈവദാസന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കും അങ്ങ് തോന്നുക കർത്താവിന് രക്ഷിതാവായി സ്വീകരിപ്പാൻ തോന്നുക. എൻ്റെ അമ്മാമ്മയെ നിങ്ങളെ ആണ്ട തമ്പേറുമൊക്കെ അടിച്ച് കാവനാക്കടവ് സ്നാനത്തിന് പോയില്ലേ അന്ന്? പോയി. അയ്യോ എനിക്കും അങ്ങ് തോന്നുകയായിരുന്നു വന്ന്. എല്ലാം തോന്നിയിരിക്കുക.
നിങ്ങളെ കമ്മല് മാല ഊരിയപ്പോ എനിക്ക് വന്ന് തോന്നുകാരുന്ന് അതങ്ങ് ഊരിയാൽ എന്താണ്? ഊരിയില്ലല്ലോ. നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. നിങ്ങൾ ആ പരസ്യോഗം നടത്തിയപ്പോ ഞാൻ തിണ്ണലിരുന്ന് കേൾക്കുക, എനിക്ക് വന്ന് തോന്നുകായിരുന്നു നിങ്ങളുടെ കൂടെ വന്ന ആ പരസ്യോഗത്തിന് കൂടാ. ഇങ്ങനെ തോന്നിയിരിക്കുക. തോന്നിയിരുന്നാൽ നീ രക്ഷപ്പെടുകയല്ല. തോന്നുമ്പോഴേ ഇറങ്ങണം. രക്ഷിക്കപ്പെടാൻ തോന്നുമ്പോൾ ഇടംബലം നോക്കരുത്. കരമുയർത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്നാനപ്പെടാൻ തോന്നുമ്പോൾ പിന്നെ ജഡരക്തങ്ങളോടൊന്നും ആലോചന ചോദിക്കണ്ട. നീ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ മതി, നിന്റെ കാര്യം ദൈവം നടത്തും. ആഭരണം വർജിക്കണമെന്ന് തോന്നിയാൽ പിന്നെ ആരോടും അതിൻ്റെ മൂപ്പ് ചോദിക്കണ്ട. അവിടെ ഇരുന്ന് അങ്ങ് ഊരിയാൽ മതി. അത് വിൽക്കുകയോ പണയം വെക്കുകയോ അതിങ്ങടെ ഇഷ്ടം. ആരോടും മൂപ്പ് ചോദിക്കരുത്. ദൈവം നിന്നോട് ഇടപെടുന്നെങ്കിൽ ഞാൻ ആരെയാ ഊരിക്കത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ശുശ്രൂഷയില്ല. ഊരിക്കത്തുമില്ല. ഊരി സ്വോത്രകാഴ്ച ഇടാൻ പറയത്തുമില്ല. ഇട്ടവരെല്ലാം ഇപ്പൊ കിടന്ന് കുഴയ്യ. ഇതൊക്കെ ദൈവം നിന്നോട് ഇടപെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ആ സന്ദർഭത്തിൽ ജഡരക്തങ്ങളോടൊന്നും ചോദിക്കരുത്. അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ നിനക്ക് ദൈവാത്മ പ്രേരണ വന്ന് ദൈവം നിന്നെ വിളിക്കുമ്പോൾ ജഡരക്തങ്ങളോട് ചോദിക്കരുത്. അയ്യോ എൻ്റെ ഭാര്യയുടെ കാര്യം, കൊച്ചുങ്ങളുടെ കാര്യം, അതൊക്കെ നടത്താൻ ദൈവം വിശ്വസ്തനാ. ഒരു ജഡരക്തത്തോട് ചോദിക്കരുത്. മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണം. ദൈവം നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. അങ്ങനെയായി വേല വിജയിക്കുന്നത്. അപ്പൊ ഹെരോദാവ് വിദ്വാന്മാരോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മമായിട്ട് വസ്തുതയൊക്കെ അറിഞ്ഞു എന്നോടൊന്ന് പറയണം. എനിക്ക് വന്ന് ചുമ്മാ പറഞ്ഞതാണ്. ഞായറാഴ്ച ഇങ്ങോട്ടുള്ള വരവ് കണ്ട ഇവൻ ഇപ്പം ഇവിടെ കടന്ന് ആരാധിക്കുവന്ന ചുമ്മാ വന്നിരിക്കുക. മെനക്കേട്. സെക്രട്ടറിയാണെന്ന് പറഞ്ഞു ഒരു ബുക്കും 2 പേനായുമായിട്ട് വന്ന് വെറുതെ മെനക്കെട്ടിരിക്കുക. ഇവൻ കൈയടിക്കുകയില്ല, പാട്ട് പാടുകയില്ല, സ്വോത്രം പറയുകയില്ല, മെനക്കെട്ട് വന്നിരിക്കുക. ആ ഞായറാഴ്ചത്തെ വരവ് കണ്ടാൽ ഓർക്ക് ഇവൻ ഇപ്പം അവൻ ട്രഷാറാ. ചുമ്മാ ഇവൻ ഈ സ്വോത്ര കാഴ്ച പാത്രത്തിൽ മാത്രം ഉന്നം വെച്ചിരിക്കുക. യോഗം കഴിയുമ്പോൾ ഇവന് കിശിയാ നെണ്ണണം. അല്ല, ഇവൻ ദൈവമായിട്ട് യാതൊരു ബന്ധമുള്ളവനല്ല. വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇപ്പൊ ആരാധിച്ച് ചുമ്മാതാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൂട്ടായ്മയ്ക്ക് വരുന്ന ദൈവത്തെ ആരാധിക്കാനാ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ. കുഞ്ഞാടേ, നീ അറക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നീ സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യൻ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധം അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും
യേശുവിന്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യൻ ഒരുവൻ മാത്രം, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം. രണ്ട്, ആട്ടടയന്മാര് പറഞ്ഞ കാര്യം. മൂന്ന്, വിദ്വാൻമാര് പറഞ്ഞ കാര്യം. വിദ്വാൻമാര് 2-3 കാര്യം പറഞ്ഞു. അതിലൊന്ന്, അവിടുന്ന് രാജാതി രാജാവാണ്. രണ്ട്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. മൂന്ന്, ആ വിദ്വാൻമാരോട് ദൂതന്മാരുടെ ഗാനാലാപത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഉത്ഭവിപ്പിക്കാൻ പോകുന്ന പുരുഷ പ്രജ, ആ ശിശു എല്ലാവരിലും തലവനായിരിക്കും. ആ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച് 5-6 വായിച്ച് അവർ അവനോട് യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എവിടെ ജനിക്കുന്നുവെന്ന് ചോദിച്ചു. ശാസ്ത്രിമാരെ എല്ലാം കൂട്ടുവരുത്തി ക്രിസ്തു എവിടെ ജനിക്കുന്നതെന്ന് ചോദിച്ചു. ഹെരോദാവ് ചോദിച്ചു. അപ്പോൾ ശാസ്ത്രിമാര് പറയുക, അവർ അവനോട് യഹൂദിയിലെ ബേത്ലഹേമിൽ, ക്രിസ്തു ജനിക്കുന്നത് യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. അവിടെ വായിക്കുന്നത് തലവനെന്ന, അങ്ങനല്ലയോ? അതെ. വായിച്ചേ ആ പദം ഒന്നുകൂടെ. യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ. അപ്പോൾ പ്രവാചകൻ നേരത്തെ പറഞ്ഞു, യഹൂദയിലെ ബേത്ലഹേമിലായിരിക്കും ക്രിസ്തു ജനിക്കുന്നത്. സ്തോത്രം. അവിടെ തലവനെന്നാ കൊടുത്തിരിക്കുന്നെങ്കിലും ഞാൻ അല്പം കൂടെ പുറകോട്ടിറങ്ങി പറഞ്ഞാൽ ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് മീഖാ പ്രവാചകനാ. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന് നമുക്കറിയാം 2-ാമത്തെ വാക്യത്തിൽ ആ കാര്യമാണ് മത്തായി 2:6 എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. മീഖാ 5:2 വായിച്ചേ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ, ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കേണ്ടി വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ വിദ്വാൻമാര് പറയുകയാ, ഈ ഇരിക്കുന്ന ശിശു, ഈ കിടക്കുന്ന ശിശു, അല്ലെങ്കിൽ മറിയമേ, ഈ ശിശു എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ജനിച്ചെങ്കിലും അത് ജഡാവതാരമെടുത്തവനാ. യവന്റെ വിശേഷത ഇവൻ അനാദിയായിട്ടുള്ളവനാ. അങ്ങനെ പണ്ടേ ഉള്ളതും പുരാതനമായതും. വായിച്ചേ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഈ ശിശു ആരെന്ന് ചോദിച്ചാൽ ആ ശിശുവിന്റെ വിശേഷത അവിടുന്ന് പണ്ടേ ഉള്ളവനാണ്. അവിടുത്തെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന ഒരു പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അവൻ പുരാതനത്വമുള്ളവനാ. ആമേൻ ജീസസ്. ഇസ്രായേലിന്റെ ആദ്യത്തെ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേലിന്റെ യഹൂദജനത്തിന്റെ ദൈവജനത്തിന്റെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന അഹരോന്റെ അനുജനാകുന്ന മോശയുടെ ശ്രദ്ധേയമാറിയ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ആ പ്രാർത്ഥനയുടെ പ്രാരംഭവാക്യത്തിൽ അവിടുത്തെ പുരാതനത്വത്തെ കീർത്തിക്കുന്ന പ്രയോഗമാണ്, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഈ നീട്ടി ചൊല്ലിയത് കൊണ്ടോ മേപ്പോട്ടും കീപ്പോട്ടും വരച്ച കൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല. ചുമ്മാ ഇരുന്നങ്ങ് വരയ്ക്കുക. മുഴുത്ത വരച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. വായിക്കുന്ന കാര്യം ഗ്രഹിക്കണം. സ്തോത്രം. നല്ല നമ്മൾ പറയില്ലേ, അയ്യോ പുള്ളി ചൊല്ലുന്ന കേട്ടാൽ നമ്മൾ കേട്ടിരുന്നു പോകും. ചൊല്ലിയത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല കുഞ്ഞുഞ്ഞമ്മേ. നീ അതിനകത്തെ കാര്യം മനസ്സിലാക്കണം. ഒന്ന് വായിച്ചേ. ഞാൻ ട്യൂണ് ചൊല്ല, അവര് മാത്രമല്ലല്ലോ. അല്ല, ഞാൻ ചൊല്ലാന്ന്. അമ്മാമ്മ ട്യൂണ് ചൊല്ലാങ്കിലൊന്ന് ചൊല്ലിക്ക്.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും. മാമ ചൊല്ലണ്ട, ഞാൻ ചൊല്ലിക്കോളാം. മാമ വായിക്കേ, ഒന്നുകൂടെ വായിച്ചേ. വായിച്ചു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും തന്മുമ്പേ നീ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. അത്ര ഒക്കത്തില്ല, എന്നാലും നോക്കട്ടെ. അപ്പൊ ഈ ചൊല്ലുന്നത് നല്ലതാ, ട്യൂണും നല്ലതാ, പക്ഷെ ആ വാക്യത്തിന്റെ അർത്ഥം നോക്കിക്കോണം. നീ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്നൊരു ദൈവമല്ല, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് പുരാതനത്വമുള്ള ദൈവമാണ്. 10, 20, 30, 50, 100, 200, 2000 വർഷം പഴക്കമല്ല ക്രിസ്തുവിന്. അവിടുന്ന് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ നിർമ്മിച്ചവനായ യേശു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി, അവനായിട്ടുളവാക്കി. അങ്ങനെ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും മുമ്പേ, ആ പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പ്, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടക്കി സ്തോത്രം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പേ ഉള്ളവനാ ക്രിസ്തു. പർവ്വതം ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല ക്രിസ്തു. മനസ്സിലാകുന്നുണ്ടോ? പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പ്, ഈ കാണുന്ന സകല ചരാചരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ കാണുന്ന സകലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കുന്നും മല ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല ക്രിസ്തു. കുന്നും മലയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മള് TPM-ലാന്നൊരു പാട്ട് പാടുകല്ലേ, തമിഴ്. അനാദിയായന്തയടക്കെല്ലാം നീറ് അനാദിനെ തന്നെ ചിത്തോർന്നീറ് അനാദി ചിറകിൽ മറവിൽ വന്തടന്തൈ അനാദി കാലമായി സുഖിപ്പേനെ അനാദിയായന്തയടക്കെല്ലാം നീറ് അനാദിനെ തന്നെ രണ്ട് കാരണം. ഒന്ന്, പാടാനും വയ്യ, തൊണ്ടയ്ക്കും അത്ര സുഖമല്ല. പിന്നെ മൈക്ക് വലിയ കുഴപ്പമില്ല, എന്നാൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്താണ് ഞാൻ പാടുന്നത്. ഇപ്പം നിങ്ങൾ പറയും, പാടാനല്ലല്ലോ ഇങ്ങേരെ വിളിച്ചത്, പ്രസംഗിക്കാനല്ലേ. അപ്പം എൻ്റെ പ്രസംഗത്തിനകത്ത് ഇടയ്ക്ക് 2 ശീല പാട്ടുമൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടും കൂടെ ആയിരിക്കുമല്ലോ നിങ്ങൾ ചിലർ കേൾക്കാനും ഇരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും പർവ്വതങ്ങളും കുന്നുകളും മലകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, സ്തോത്രം, അടുത്ത കാലത്ത് മുളച്ചു വന്നൊരു പുത്തൻ കൂറ്റ് ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അനാദിയായ ദൈവമാണ്. ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പേ അവിടുന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു വാക്യം കൂടെ വായിച്ച്, സദൃശവാക്യം 8-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള വാക്യം, അറിവുള്ള വാക്യമാ, എന്നാലും വായിച്ചോ. അത് വ്യാഖ്യാനിക്കുന്നില്ല. 8:22 മുതൽ അങ്ങ് വായിച്ചു വിട്. തന്റെ വഴിയുടെ യഹോവ പണ്ട്
തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. പിന്നെ വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. ഈ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആനമലയും കൊരട്ടിമലയും കുരിശുമലയും സകല മലയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവമാണ് ക്രിസ്തു. അല്ലാതെ പരിമല ഉണ്ടായ ദൈവമല്ല ക്രിസ്തു. പരിമല ഉണ്ടാകുന്നതിനും മുമ്പേ ബാക്കി ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കണം. സ്തോത്രം. കുന്നും പർവ്വതങ്ങളും മലകളും ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനാണ് ദൈവം. സ്തോത്രം. അടുത്ത വാക്യമായിട്ട് വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അടുത്തത് അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവം പറയുക, ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്തത് അവൻ ആഴത്തിന് ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന് ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിനെ എതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. അടുത്തത് വിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. മതി. അവിടുന്ന് അനാദിയായി ശാശ്വതമായുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ പുരാതനത്വമുള്ളവനാണ് ക്രിസ്തു. അവിടുത്തെ ഉത്ഭവം പണ്ട് മുതലേ ഉള്ളതാണ്. ഈ കാര്യമാണ് മീക എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവൻ സകലത്തിനും തലവനാണ്. അവനാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. അവനാണ് സകലത്തിന്റെ ഉടമസ്ഥൻ. അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ. അപ്പോൾ മറിയയോട് വന്ന് പറയുക, അവൻ അങ്ങനെയുള്ള ഒരു ശിശുവാണ് ഈ പൈതൽ. ആ കാര്യവും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. ഇന്ന് ഞാൻ ആ എടുത്ത വിഷയം അങ്ങ് തീർക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഇനി കമ്പിവാചകം പോലെ അങ്ങ് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ ഒന്ന്, ആട്ടിടയന്മാര് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, വിദ്വാൻമാര് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. ഇനി 4, എലീശബത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. എലീശബത്ത് മറിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചാർച്ചക്കാരിയ. അപ്പോൾ എലീശബത്ത് പറഞ്ഞത് 1-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെ ഒന്ന് വായിക്കണം. എലീശബത്ത് പറഞ്ഞ കാര്യം 1-ാം അധ്യായത്തിന്റെ 41, 42, 43, 44 വാക്യം വായിരേ. യശയാവിലാണോ എലീശബത്ത് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദ്യ പട്ടണങ്ങളിൽ ബന്ധപ്പെട്ട് എന്ന് സക്കരിയാവിന്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. വിഷയമല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കാര്യം, സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, 2 സ്ത്രീകൾ തമ്മിൽ വന്ദനം പറയാ. മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ എലീശബത്തിന്റെ ഗർഭത്തിലുള്ള പിള്ള തുള്ളി. അങ്ങനത്തെ വന്ദനമാണ്. ഇന്നത്തെ ചില സഹോദരിമാര് വന്ദനം പറയത്തില്ല. അഥവാ പറഞ്ഞാൽ പിള്ള ചത്തുപോകും. അങ്ങനത്തെ വന്ദനമാണ്. എന്ന് പറഞ്ഞാൽ ഗുണം വരുന്ന ഒരു കാര്യവും പറയുക. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദനം പറഞ്ഞപ്പോൾ ഗർഭത്തിലുള്ള പിള്ള തുള്ളി. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ആനന്ദം ഉണ്ടാക്കണം. നുണയും കൊതിയൊന്നും പറഞ്ഞ് നടക്കരുത്. ചുണ്ടു കൂർപ്പിച്ച കുരുക്കല്ലാതെ നിന്റെ വായിന്നൊന്നും, ഒന്നേ അമ്മായിയമ്മയുടെ കുറ്റം, ഇല്ലേ ഭർത്താവിൻ്റെ കുറ്റം, ഇല്ലേ അപ്പുറത്തുകാരുടെ കുറ്റം, ഇല്ലേ അയലത്തുകാരുടെ കുറ്റം, ഇല്ലേ ഭർത്താവിൻ്റെ പെങ്ങളുടെ കുറ്റം, അല്ലെ കുടുംബക്കാരുടെ കുറ്റം. നിന്റെ ചുണ്ട് കുറിപ്പിച്ച നീ കുരുക്കും കുന്നായ്മയും ഇങ്ങനത്തെ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിന്നെ കാണുമ്പോൾ ആൾക്കാർ മാറിപ്പോവുക. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ
നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ, വന്ദന സ്വരം കേൾക്കുമ്പോൾ, നിങ്ങളുടെ സാന്നിധ്യം ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ആനന്ദം ഉണ്ടാക്കണം. അയ്യോ, നമ്മുടെ മേരിമാമ വരുന്നു, സ്തോത്രം. വാർതാം വരുന്നുണ്ട്, കഥകടച്ചോടി. അങ്ങനെ ഒപ്പിക്കരുത്. ഒരമ്മ ഒരു വീട്ടോട്ട് ചെല്ലുമ്പോഴേ ജീവിട് തള്ള വരുന്നുണ്ട്, അങ്ങനെ പറയിപ്പിക്കരുത്. അയ്യോ, നമ്മുടെ അമ്മച്ചി വരുന്നു.